കാറ്റത്തേക്കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചേട്ടനും അനിയനും എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന നേരത്താണ് നമ്മുടെ നീതു കയറി വരുന്നത്. അപ്പോൾ നീതുവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, ദേ മെക്കാനിക്കിനെ സ്നേഹിച്ച ഭൂതം എന്ന് പറയുന്നത്. മെക്കാനിക്കിനെ സ്നേഹിച്ച ഭൂതമല്ലടാ, മുക്കുവൻ്റെ ഭൂതം എന്ന് പറയും നമ്മുടെ സുധീഷ്. അങ്ങനെയല്ലടാ, മുക്കുവനെ സ്നേഹിച്ച പെൺകുട്ടീനുണ്ടാന്ന് സുഭാഷും പറയും. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഇപ്പോൾ അതേ മെക്കാനിക്കിനെ സ്നേഹിച്ച ഭൂതമാണ് അങ്ങ് വരില്ല. അങ്ങോട്ട് നോക്കും സുധീഷ് ഏട്ടാന്ന് പറയും. അങ്ങനെ സുധീഷ് നോക്കുമ്പോൾ നമ്മുടെ നീതു കണ്ണീരൊടുപ്പിച്ചിട്ടുണ്ടേ, അവളെന്തിനും ഇങ്ങോട്ട് വരുന്നതെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടെ വേഗം എഴുന്നേൽക്കും. അപ്പോൾ ആ സമയത്ത് നിധി ചോദിക്കും ആരെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ നികേഷ് പറയും, ഇതേ നമ്മുടെ മെക്കാനിക്ക് ചേട്ടനെ വർഷങ്ങളായിട്ട് പ്രേമിച്ചുകൊണ്ട് നടക്കണതാ, പക്ഷെ ആൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു റിപ്ലൈയും കൊടുത്തിട്ടില്ല എന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് വരും. എന്താ മോളെ, എന്തിനാ നീ കരയണേന്ന് സുഭാഷ് ചോദിക്കും. ചേട്ടനറിയാലോ, ഞാൻ അവനെ സ്നേഹിച്ചത് സിൻസിയറായിട്ടുണ്ട്. 2 വർഷത്തോളമായി ഞാൻ അവൻ്റെ പിന്നാലെ നടക്കണം. ഈ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടും അവൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലരുതെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ എനിക്ക് എത്ര അടി കിട്ടിയിട്ടുണ്ട് ചേട്ടനറിയാലോ. അതുകൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടായേ, എന്നിട്ട് അവൻ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമെന്ന് പറയും. എന്താ അങ്ങോട്ട് പറയാമെന്ന് പറയും. പറഞ്ഞാലല്ലേ അറിയുമെന്ന് പറയും. അവൻ എന്താ ചോദിച്ചതെന്ന് അറിയാം. അതാലോചിക്കുമ്പോൾ എനിക്ക് നാണക്കേടാവണം. മണ്ടൻ അവനല്ലേ ഞാൻ സ്നേഹിച്ചത്, വെറുത്ത് പോയി എന്നൊക്കെ പറയണേ. കാര്യം പറയും, അവൻ എന്താ ചോദിച്ചതെന്ന്. ഇവർക്ക് എല്ലാവർക്കും ആകാംക്ഷയും പേടിയായി, എന്തിട്ടാണോ അവനത്തെ. അപ്പോൾ നമ്മുടെ നിധി പറയും, അങ്ങനെ മോശമായിട്ടൊന്നും ചോദിക്കുന്ന ആളല്ല ഹരീഷ് എന്ന് നിധി പറയും. മോശം, അങ്ങനെയാണ് ഞാനും വിചാരിച്ചത്. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കണേ, നിനക്ക് ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത വഴിക്ക് അവൻ ചോദിക്കുന്നത് അവൻ്റെ ചേട്ടനെ കല്യാണം കഴിക്കുമെന്ന്, സുഭാഷ് ചേട്ടനെ എന്ന് പറയും. അത് കേട്ട വഴിക്ക് സുഭാഷ് ആകെ ഞെട്ടും, എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയില്ല. പിന്നെ കേട്ടതൊരു പൊട്ടിച്ചിരിയാണ്. അത് അവരുടെ രണ്ടുപേരും നികേഷും സുധീഷും കൂടെ പൊട്ടിച്ചിരിക്കുന്നു. എത്ര അവർ ചിരിച്ചിരിച്ചിങ്ങനെ അവർ മറിഞ്ഞങ്ങ് പോകണ്. ആ സൈഡിൽ മൂലയിൽ കുത്തിരിക്കുന്ന രണ്ടാളും. അപ്പോൾ സുഭാഷ് പറയും, അവനെന്ത് പണിയാണ് ചെയ്തതെന്ന് പറയും. ഞാനെന്താ എൻ്റെ ചേട്ടനാണ്, സുഭാഷ് ചേട്ടൻ്റെ ചേട്ടനാണ്. എന്നിട്ട് എൻ്റെ ചേട്ടനെ പോലെ കാണുന്ന ഒരാളെ എന്നോട് കല്യാണം കഴിക്കുമെന്ന് അവൻ എന്നോട് ചോദിച്ചാൽ അവന് ചോദിക്കാൻ പാടില്ല. അവനങ്ങനെ അറിയാണ്ട് ചോദിച്ചതാവും എന്ന് പറയും. എന്തറിയാണ്ട് സുഭാഷ് ചേട്ടാ, ഇങ്ങനെ ഒരാൾ ചോദിക്കുമോ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന് ഇഷ്ടം, അവനറിയാം എനിക്ക് അവനെ ഇഷ്ടമെന്നുള്ള കാര്യം. എന്നിട്ട് അവൻ ചോദിക്കുന്നേ, എൻ്റെ ചേച്ചീനെ ഞാൻ അവനെ സ്നേഹിച്ചിട്ട് അവനോട് എൻ്റെ ചേച്ചീനെ കല്യാണം കഴിക്കാൻ ഞാൻ അവനോട് പറഞ്ഞ അവൻ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറയും. ഇനി അവൻ്റെ പിന്നാലെ ഞാൻ നടക്കൂല, മതിയായി, ഞാൻ വെറുത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകും. പിന്നെ നോക്കുമ്പോൾ അനിയന്മാർ രണ്ടാളും കൂടി ഇരുന്ന് ചിരിയാണ്. സുഭാഷോട് മതിയടാ നിർത്ത് എന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എല്ലാവരും അവിടെ ഇങ്ങനെ അപ്പുറമൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹരീഷ് കയറി വരുമ്പോൾ എന്താണ് എന്ന് ഇങ്ങനെ ചിരിക്കുന്നു. നമ്മുടെ സുധീഷും നികേഷും കൂടി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു രണ്ടുപേരും കൂടെ. എന്താണോ നല്ല ചിരിവള്ളി പൊട്ടിയോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഹരീഷ് ചോദിക്കുന്നുണ്ട് സുധീഷിനോട്. അപ്പോൾ സുധീഷ് ഒന്നും മിണ്ടില്ല, അങ്ങനെ ചിരിയോട് ചിരി. പറയേ, അതെ ചേട്ടൻ നീതു ഇങ്ങോട്ട് വന്നിരുന്നേ, നീതു ഇങ്ങോട്ട് വന്നാ എന്തിനെന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ട് എന്നറിയും. നീതു അങ്ങോട്ട് ഒരു പ്രൊപ്പോസൽ വെച്ചപ്പോൾ ചേട്ടൻ അതിനേക്കാളും വലിയൊരു പ്രൊപ്പോസൽ അങ്ങോട്ട് വെച്ചല്ലേ എന്ന് ചോദിച്ച് നികേഷ് പൊട്ടിച്ചിരിക്കും. അപ്പോൾ അവർക്ക് ആകെ ചമ്മലാവും. രണ്ടുപേരല്ലേ ഭയങ്കര ചിരിയിരിക്കും. എടാ പൊട്ട നീ. അപ്പോൾ നമ്മുടെ സുഭാഷ് ചോദിക്കണ പൊട്ട, നീ അല്ലാണ്ട് അങ്ങനെയൊക്കെ മണ്ടത്തരം അവളോട് ചോദിക്കുമോ? നീ എൻ്റെ ആ കുട്ടീനെയും പ്രായം തന്നെ ഒന്ന് ഓർത്ത് നോക്കിയടാ. അത് മാത്രമല്ല, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടീനെ നീ എന്തർത്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ വേഗം അവിടെ നിന്ന് ഹരീഷ് സ്ഥലം വിടുന്ന അടുക്കള വരാന്തയിൽ ചെന്ന് നിൽക്കും. അപ്പോൾ നമ്മുടെ നിധി പിന്നാലെ ചെല്ലും. നിധി എന്നിട്ട് പറയും, എന്താ ഹരീഷിന് പറ്റിയേ എന്നറിയും. ഞാൻ ചോദിച്ചത് തെറ്റായി ഏട്ടത്തി എന്ന് ചോദിക്കും. പിന്നല്ലാണ്ട് നിൻ്റെ മനസ്സിൽ സുഭാഷ് ഏട്ടനോടുള്ള സ്നേഹമാണെന്നും എനിക്ക് മനസ്സിലാവും. പക്ഷെ നീതുവിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കിയേ, 2 വർഷമായിട്ട് നിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നിന്നെ എത്രത്തോളം ആ പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയോട് സ്വന്തം ചേട്ടനെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും സഹിക്കുമോ? ഞാനതൊന്നും ഓർത്തില്ല ഏട്ടത്തി. എൻ്റെ അപ്പോഴത്തെ വിഷമത്തിന് സുഭാഷ് ഏട്ടൻ്റെ കല്യാണം മുടങ്ങിയതിൽ അവിടെ ഉള്ളവരൊക്കെ ഓരോരുത്തർ വന്ന് എന്നെ പരിഹസിച്ചപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് അവൾക്ക് താമസിക്കാൻ വേണ്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിന് സോറി ഏട്ടത്തി എന്ന് പറഞ്ഞപ്പോൾ എന്നോടല്ല കേട്ടോ സോറി പറയേണ്ടത്. എന്തായാലും നീ നീതുവിനെ കാണുമ്പോൾ ഒന്ന് സോറി പറഞ്ഞേക്കെന്ന് പറയും. ഭക്ഷണം ഏട്ടത്തി വിളമ്പിത്തരാം വായെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടാവും. പിന്നെ കാണിക്കുന്നത് നീതുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ അങ്ങോട്ട് തരാപ്പാര നടക്കുന്നുണ്ട് ഹരീഷ്. ആ സമയത്ത് നടക്കാൻ പോയി വരുന്ന വഴി സുധീഷ് കാണുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കണം, നീ എന്ത് ഇവിടെ എന്ന് ചോദിക്കും. നീതുവിൻ്റെ വീടിന് അതൊന്ന് സുധീഷിനറിയാം. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാത്തുക്കണാണ്, താനെന്ന് പോയാൽ താനെന്തിനും ഇവിടെ നിൽക്കണേന്നൊക്കെ ചോദിക്കും. അല്ലടാ ഏത് കൂട്ടുകാരൻ? അതിങ്ങനെ തപ്പിപ്പഴയൊക്കെ പറഞ്ഞിട്ട് കുമാർ എന്ന് പറയും. കുമാർ താൻ പോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ സുധീഷിനെ പിടിച്ചോന്തി പറഞ്ഞയക്കും. അങ്ങനെ സുധീഷ് ആരുടെ മോൻ സുധീഷ് ഓടിച്ചെന്ന് കഴിഞ്ഞിട്ട് ഒരു മതിലിൻ്റെ സൈഡിൽ മറിഞ്ഞിക്കും. എന്നിട്ട് പറയും ഇങ്ങനെ,
ഇവനെ എന്നോട് നുണ പറയണേ, ഇവന് നുണ പറയാൻ അറിയില്ല എൻ്റെ അത്രയും, നമ്മളൊക്കെ ഇത്ര പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് മറിഞ്ഞു നിൽക്കും. ആ സമയത്ത് നീതു ഒരു വേസ്റ്റ് ബോക്സും കൊണ്ടൊരു തെങ്ങിൻ്റെ മൂലയിലേക്ക് വരികയായിരിക്കുള്ളൂ. അപ്പം നീതു എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ അവിടേക്ക് ചെല്ലും. എന്താ തൻ്റെ ചേട്ടന് വീണ്ടും പെണ്ണാലോചിക്കാൻ വന്നാണോ എന്ന് പറയും. അല്ല നീതു, ഞാൻ എന്ന് പറയും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് തരാൻ പറയാനോ? ഞാൻ ആരെങ്കിലും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പെണ്ണാണോ? നിൻ്റെ കടര മുന്നിൽ കൂടെ പോലും ഞാൻ വരില്ല. നിൻ്റെ കടര മുന്നിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഏതെങ്കിലും കല്യാണം ആലോചിച്ച് വരാൻ? അതിനിവിടെ വേറെ ആളുണ്ട് കേട്ടാ. നീ ഇപ്പോൾ ഇവിടെ വന്ന് ഈ സമയത്ത് വന്ന് നിന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കും. അത് പിന്നെ നീതു എന്നൊക്കെ പറയുമ്പോഴത്തേന് നീതു നീ എന്തൊരു അക്ഷരം ഉണ്ടായിരുന്നു പറഞ്ഞ് കയ്യിലുണ്ടായ വേസ്റ്റ് ബോക്സ് അങ്ങനെ തലയിൽ കൂടി ഇടും. നീതു പോകും. അന്നേ ആകെ മോശമായി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തെട്ടിക്കളഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഇതല്ല സുധീഷ് ഇനി വന്നിക്കണ്. ഞെട്ടി, താൻ പോയില്ലടോ, പോയാൽ ഇത്ര നല്ല കാഴ്ച കാണാൻ പറ്റുമോ, അതിമനോഹരമായ കാഴ്ച എന്നൊക്കെ പറയും. അങ്ങനെ അവരത് പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ കളിയാക്കി വേസ്റ്റൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നീ ഇവിടെ നിന്നോ, എന്നിട്ട് എല്ലാവരും നിൻ്റെ മേത്ത് വേസ്റ്റ് കൊണ്ടിരുന്നൊക്കെ വാരി കഴിഞ്ഞിട്ട് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് നീ വന്നാൽ മതിയിട്ടാന്ന് പറയും. താൻ പോയടോ എന്ന് പറഞ്ഞ് ചേട്ടൻ ഓടിക്കും. അത് കഴിഞ്ഞിട്ട് ഹരീഷ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സുധീഷ് വരാന്തയിൽ ഇരിക്കുന്നുണ്ടാവും. വരാന്തയിൽ ഇരിക്കുമ്പോൾ വന്നോ ഇനിയാ, എല്ലാവരും വേസ്റ്റും കറക്റ്റ് സമയത്തൊക്കെ കൊണ്ട് കളഞ്ഞില്ലേന്ന് ചോദിക്കും. പോടോ എന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറും. എന്നിട്ട് സുഭാഷ് രണ്ടാളും ഒന്നിച്ച് വന്നോന്ന് ചോദിക്കും. ഒന്നിച്ച് വന്നതല്ല ചേട്ടാ, ഞാൻ നടക്കാൻ പോയിരുന്നെനിക്ക് ഇവനെ ഒന്നിച്ച് കണ്ടതാന്ന് പറയും. പക്ഷെ അതുകൊണ്ട് എന്തായാലും കാര്യം ഉണ്ടായിട്ട് അതിമനോഹരമായൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റിയെന്ന് പറയും. എന്ത് കാഴ്ചയാന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ട് എന്ന് പറയും. അല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സുധീഷിനോട് കണ്ണുകൊണ്ട് കാണിക്കുന്നു. ഹരീഷ് പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുന്നു. അപ്പം അത് പോട്ടെ പിന്നെ പറയാം ചേട്ടാന്ന് പറയും. നമ്മുടെ നികേഷ് എന്താന്ന് ചോദിക്കും. നികേഷ് നിധിയും കൂടെ പുറത്തേക്ക് പോയടാ. പുറത്തേക്കോ? അതെന്താ ചേട്ടാ എൻ്റെ ഭാര്യ എവിടേക്കാണ് പോയെന്ന് ചേട്ടൻ അറിയാത്ത? അപ്പോൾ പറയും ഞാൻ വരുമ്പോൾ അവരില്ലടാ, നികേഷ് എനിക്ക് മെസ്സേജ് അയച്ചാണ് ഞങ്ങൾ പുറത്ത് പോയേക്കെന്ന് പറഞ്ഞിട്ടെന്ന് പറയും. ഇതെന്തൊരു കഥേനി, അവൾക്ക് സുഭാഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടാന്ന് വിളിച്ച് പിന്നാലെ നടക്കും. നികേഷ് പിന്നെ അവളുള്ള കുട്ടീന് ഈ മെക്കാനിക്ക് മരപ്പൊട്ടന് വരെയും അവൾ ബ്രദറായി കണ്ട് സ്നേഹിക്കുന്നു. എന്നോട് മാത്രം സ്നേഹമില്ലാത്തത് എന്താണ് ചേട്ടാന്ന് ചോദിക്കും. നിങ്ങളെ കൂടപ്പുറപ്പായ ഞങ്ങൾക്ക് പോലും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റണില്ല, പിന്നെ എങ്ങനെ ഏട്ടത്തി നിങ്ങളെ സ്നേഹിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേന്ന് ചോദിക്കും. വേണ്ടാട്ടാ, മര്യാദക്കില്ലെങ്കിൽ ഞാൻ മറ്റേ കാര്യം ഇവിടെ പറയുമെന്ന് പറയും. എന്തിട്ട് മറ്റേ കാര്യം ഉണ്ടാകുന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഭാഷ്. പക്ഷെ ഒന്നും മിണ്ടില്ല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധിയും അതുപോലെ തന്നെ നികേഷും കൂടെ നമ്മുടെ സുഭാഷിനുള്ളൊരു ഗിഫ്റ്റായിട്ട് വരുന്നു. എന്തൊരു തിരക്കാലേ, ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും വഴി പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചേട്ടത്തിയും അനിയനും കൂടി ഞങ്ങളുടെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണ് പോയെന്നൊക്കെ ചേട്ടനും സുധീഷും നിതീഷൊക്കെ ഹരീഷൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സുഭാഷ് ചേട്ടനെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നതാണെന്ന് പറയും. എത്ര നാളായി സുഭാഷ് ചേട്ടൻ അടപ്പിൽ ഗ്യാസിലാണ്ട് പടപ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, അതിനൊരു പരിഹാരമാണെന്നും പറഞ്ഞിട്ട് ആ സർപ്രൈസ് എടുത്ത് കൊടുക്കണം നമ്മുടെ നിധി.